ഹായ് ഓൾ, എല്ലാവർക്കും കാർ മാറ്റേഴ്സ് ഒഫീഷ്യലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മളുള്ളത് കൊമറ്റ് ടി വി ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം സുപരിചിതമായിട്ടുള്ളൊരു വാഹനമാണിത്. നമ്മൾ റോഡുകളിലൊക്കെ സ്ഥിരം കാണാനുള്ളതാണ്. അത്യാവശ്യം നല്ല രീതിക്ക് നമ്മുടെ കേരളത്തിൽ സെയിലായി പോകുന്നൊരു MGയുടെ ഒരു മോഡലാണ് കൊമറ്റ് ടി വി. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലൊരു ഇൻട്രൊഡക്ഷനോ ഒരു ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും പറയേണ്ട ഒരു വീഡിയോ അല്ലിത്. ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും നമുക്ക് ഈ വാഹനത്തെപ്പറ്റി തോന്നിയ കുറച്ച് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇതിൻ്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വെഹിക്കിളിൻ്റെ എക്സ്റ്റീരിയർ വരുന്ന ഡിസൈനും അതുപോലെ അതിൻ്റെ ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ടോട്ടലി ഒരു ബോക്സി ഡിസൈനാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. MG ഇതിനെ പ്ലേസ് ചെയ്തിരിക്കുന്ന ആ ഒരു പൊസിഷനിൽ തന്നെയാണ്. അതായത് ഇതിൻ്റെ ആ ഒരു സ്മോൾ ഡയമെൻഷൻസ് വെച്ചിട്ട് ഇതിനെ ഒരു പ്രാക്ടിക്കൽ വെഹിക്കിൾ എന്നുള്ള രീതിയിലാണ് അവർ ഫുള്ളി മാർക്കറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വെഹിക്കിൾ നമുക്ക് ഏറ്റവും യൂസ്ഫുള്ളായി തോന്നുന്നത് ഹെവി സിറ്റി ട്രാഫിക്സിൽ തന്നെയാണ്. അത് അത്രയും ട്രാഫിക്കുള്ള സ്ഥലങ്ങളിൽ, പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടാത്ത സ്ഥലങ്ങളിൽ ഈ വെഹിക്കിളും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. നമുക്കിതൊരു 2 ബൈക്ക് വെക്കുന്ന സ്പേസ് മതി ഈ വണ്ടി ഒന്ന് തൽക്കാലത്തേക്ക് പാർക്ക് ചെയ്തിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു വളരെ ട്രാഫിക്കുള്ള സ്ഥലത്താണെങ്കിലും സൈഡിൽ കൂടെ കുത്തി കയറ്റി കൊണ്ടുപോകാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ഈ ഒരു വെഹിക്കിൾ. ശരിക്കും പറഞ്ഞാൽ സിറ്റി ട്രാഫിക്ക് കാരണം വീട്ടിൽ കാറുണ്ടായിട്ടും 2 വീലറിലൊക്കെ പോയിക്കൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പോൾ 2 വീലർ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു കൊമറ്റ് വാങ്ങിച്ചിരുന്നു. അപ്പം അവരുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് വെച്ചാൽ അവർക്ക് ഇത്രയും ചെറിയൊരു വെഹിക്കിൾ അവൈലബിൾ അല്ലായിരുന്നു മാർക്കറ്റിൽ. അതുകൊണ്ട് 2 വീലർ യൂസ് ചെയ്തിരുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം 2 വീലർ ഇപ്പോൾ അങ്ങോട്ട് മാറ്റി വെച്ചു, കൊമറ്റ് ടി വി പർച്ചേസ് ചെയ്യുന്നു, കൊമറ്റ് ടി വിയിൽ ഡെയിലി പോയി വരുന്നു. ഓൾറെഡി 2 വീലർ യൂസ് ചെയ്തിരുന്ന ആൾക്കാരായതുകൊണ്ട് വലിയ സേഫ്റ്റി പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ ഈ വാഹനം കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഫ്രണ്ടിൽ നിന്നൊക്കെ ഒരു ഇമ്പാക്റ്റ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തവിട് പൊടിയാണ്. പക്ഷേ ഓൾറെഡി 2 വീലർ യൂസ് ചെയ്ത ഒരാൾ ഇത് വാങ്ങിച്ചിട്ട് ഇതിൽ പോകുമ്പോൾ മച്ച് മോർ സേഫ്റ്റിയാണ് അവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും അവർ കൺസേൺഡ് ആവാൻ ആവശ്യമില്ല. ഈ വെഹിക്കിൾ ആവശ്യമുള്ള ആൾക്കാർ കറക്റ്റ് ഇത് ചൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പുറത്തെ സൈഡിലൊരു വിഭാഗം ആൾക്കാരുണ്ട്, ഈ വാഹനം ഇഷ്ടപ്പെടാത്ത ആൾക്കാർ. അതിന് അവരുടേതായ കാരണങ്ങളുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ സേഫ്റ്റി ഒരു കൺസേൺ ആണ്. അതുപോലെ ദിസ് ഈസ് നോട്ട് എ പ്രോപ്പർ കാറായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റില്ല. ഒരു റിക്ഷ ഫീൽ ഈ വാഹനത്തിനുണ്ട്. ബാക്ക് സീറ്റിലേക്ക് കയറി 2 അഡൽസിന് പോകുക എന്നുള്ളത് അത്ര സുഖകരമായിട്ടുള്ള കാര്യമൊന്നുമില്ല. അഡ്ജസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോകാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് DC ചാർജിങ് സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് ഒരു പരിധിക്കപ്പുറം പോകാനുള്ള പ്രശ്നങ്ങളും ഈ ഒരു വാഹനത്തിനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളോടുള്ള വേരിയൻറ്റ് ഇതിൻ്റെ സെക്കൻഡ് വേരിയൻ്റാണ്, മിഡ് വേരിയൻ്റാണ്. ഇതിനെ എക്സൈറ്റ് എന്ന് പറയും. ഇതിന് താഴെയാണ് ബേസ് വേരിയൻറ്റ്, എക്സിക്യൂട്ടീവ്. ഇതിന് മുകളിൽ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പ് വേരിയൻറ്റ് വരും. അപ്പോൾ ഇതൊരു വാല്യൂ ഫോർ മണി വേരിയൻ്റ്, ഒരു 9,30,000 ഒക്കെ കോസ്റ്റ് വരുന്ന ഒരു വാല്യൂ ഫോർ മണി വേരിയൻ്റാണ്. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉള്ളതെന്ന് ജസ്റ്റ് ഞാനൊന്ന് ബ്രീഫ് ചെയ്ത് പറയാം. ആദ്യമായിട്ട് ഹെഡ് ലാമ്പ്സിൻ്റെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ LED ഹെഡ് ലാമ്പ്സ് ആണ് വരുന്നത്. അത് ഒരു ബോക്സി ഷേപ്പിലാണ് അതിൽ ഇരിക്കുന്നത്. ട്വിൻ LED ഹെഡ് ലാമ്പ്സ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. അതുപോലെ ഇൻഡിക്കേറ്ററിൻ്റെ പൊസിഷൻ താഴെയായിട്ടാണ് നൽകിയിരിക്കുന്നത്, മുന്നിലുള്ള ഇൻഡിക്കേറ്റർ. പിന്നെ ബോണറ്റ് എന്ന് പറയുന്നൊരു സംഭവം ഈ വാഹനത്തിനില്ല. വളരെ ചെറിയ രീതിക്ക് അതിൽ സ്പേസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമുക്ക് ചിലതിലൊക്കെ ഫ്രങ്ക് എന്ന് പറഞ്ഞിട്ട് സ്പേസ് വരാറുണ്ട്. അപ്പോൾ ഇതിൽ ഫ്രങ്കും കാര്യങ്ങളോ ഒന്നും നൽകിയിട്ടില്ല. ചാർജിങ് പോർട്ട് ഫ്രണ്ടിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. വൈപ്പേഴ്സ് ആണെങ്കിലും 2 വൈപ്പേഴ്സ് നൽകിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചെറിയ വണ്ടികളിൽ സാധാരണ സിംഗിൾ വൈപ്പറാണ് കാണുന്നത്. പക്ഷേ അതിൽ അവർ കോസ്റ്റ് കട്ടിംഗ് ഒന്നും ചെയ്തിട്ടില്ല. 2 വൈപ്പേഴ്സ് നൽകിയിട്ടുണ്ട്. സൈഡ് പോർഷനിലേക്ക് പോകുമ്പം നല്ല വലിയ രീതിയിലുള്ളൊരു വിൻഡോ ഏരിയ ആണ് നമുക്ക് ഫ്രണ്ട് 2 പാസഞ്ചേഴ്സിനും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ളൊരു ഗ്ലാസ് ഏരിയ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ബാക്കിലുള്ള പാസഞ്ചേഴ്സിന് ചെറിയ റെക്ടാങ്കിളും, അവർക്ക് പുറത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഒരു വിസിബിലിറ്റിക്ക് വേണ്ടി ഓപ്പണബിൾ അല്ലാത്ത ഒരു ചെറിയ റെക്ടാങ്കുലർ ഷേപ്പ് ഗ്ലാസ് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1.5 മീറ്റേഴ്സാണ് ഈ വാഹനത്തിൻ്റെ വിഡ്ത്ത് വരുന്നത്. അതുപോലെ തന്നെ വീൽ ബേസ് ആണെങ്കിൽ 2 മീറ്റേഴ്സോളം വരുന്നുണ്ട്. ലെങ്ത്ത് പ്രോപ്പറായിട്ട് 3 മീറ്റേഴ്സാണ് ഈ വാഹനത്തിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത്. 2900 സംതിങ് ആണ് വരുന്നത്. നമുക്ക് ഏകദേശം 3 എന്നുള്ള രീതിയിൽ പറയാം. ഹൈറ്റ് 1.6 മീറ്റർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം 3 മീറ്റർ നീളമുള്ളതുകൊണ്ട് ചെറിയൊരു വാഹനമാണിത്. പക്ഷേ 1.6 മീറ്ററിൻ്റെ ഹൈറ്റ് ഉള്ളതുകൊണ്ട് സത്യത്തിൽ ഈ വാഹനത്തിൽ ഹെഡ് റൂമിന് ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. അത്യാവശ്യം നല്ല രീതിക്കുള്ള ഹെഡ് റൂം ഈ വാഹനത്തിൽ വരുന്നുണ്ട്. 145/70/12 ആണ് ഈ വാഹനത്തിൻ്റെ വീൽ സൈസ് വരുന്നത്. ഈ വാഹനത്തിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വെച്ച് ഈ ഒരു വീൽ സൈസിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. എന്ന് പറഞ്ഞാലും ഇത്രയും ചെറിയൊരു വീൽ സൈസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അത് നമുക്ക് എന്തായാലും മനസ്സിലുണ്ടാവും.
കാരണം നമ്മൾ ഈ ഒരു ചെറിയ വണ്ടി വെച്ച് വലിയ സ്പീഡിൽ പോകാൻ എല്ലാവരും സത്യം പറഞ്ഞാൽ ശ്രമിക്കുന്നത് ഒരു അപകടകരമായ കാര്യമാണ്. പക്ഷേ ഇത് EV ആയതുകൊണ്ട് തന്നെ ഇതിന് ഇൻഷ്യൻ ടോർക്കും കാര്യങ്ങളും ഇൻസ്റ്റൻ്റായിട്ട് അതൊരു വീലിൽ കിട്ടുന്നത് കൊണ്ട് എപ്പോഴും നമുക്കൊന്ന് സ്പീഡിൽ ഓടിക്കാനുള്ളൊരു ടെൻഡൻസി വരും. ഇൻ സിറ്റി യൂസിന് മാത്രമേ നമ്മൾ ഈ അങ്ങനെ എന്തായാലും ഉപയോഗിക്കത്തുള്ളൂ. പക്ഷേ ആ ഒരു രീതിയിൽ നമ്മൾ ഈ വലിയ കർവോ കാര്യങ്ങളോ ഒക്കെ പോയി ഈ ഒരു നല്ല സ്പീഡിൽ പോയി എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു സേഫ്റ്റി ഒരു പറയാൻ പറ്റില്ല, വണ്ടി മറിയാനും ഒക്കെ ചാൻസസ് ഉണ്ട്. റിയർ സൈഡിലേക്ക് നോക്കുമ്പം നമുക്ക് EV ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. കൊമറ്റിൻ്റെ ബാഡ്ജിങ് ഉണ്ട്, അതുപോലെ LED ടെയിൽ ലാംപ്സാണ് വരുന്നത്. പിന്നെ വലിയ ഇപ്പം ഇതൊരു സെക്കൻഡ് വേരിയൻ്റ് ആയതുകൊണ്ട് മറ്റേ എൻ ടു എൻ ടെയിൽ ലാമ്പും കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് നോക്കാം. അത്യാവശ്യം എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം ഇൻറ്റീരിയറിലാണുള്ളത്. നമ്മൾ ഡോർ തുറന്ന് ഉള്ളിലേക്ക് കയറുമ്പം അത്യാവശ്യം പ്രീമിയമായിട്ടുള്ളൊരു വാഹനത്തിൽ കയറുന്നൊരു ഫീൽ നമുക്ക് ഈ ഒരു വണ്ടിയിൽ നിന്ന് കിട്ടും. ഏറ്റവും കൂടുതൽ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന കൊമറ്റിൻ്റെ കാര്യത്തിൽ ഒരു ഫാക്ടർ എന്നുള്ളത് ഇതിൻ്റെ ഇൻറ്റീരിയറാണ്. ഇൻറ്റീരിയറിൽ അവിടെ നൽകിയിരിക്കുന്ന ഡിസൈൻ അത്രയ്ക്ക് അടിപൊളിയാണ്. ശരിക്കും അത് കമ്പയർ ചെയ്യേണ്ടത് കോമ്പറ്റീറ്റർ തന്നെയാണ്. ടിയാഗോ EVയുടെ ഒരു ബേസ് അല്ലെങ്കിൽ സെക്കൻഡ് വേരിയൻറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസൈൻ സാധാരണ നമുക്ക് എല്ലാ കാറിലും കാണുന്ന രീതിയിലുള്ളൊരു ഡിസൈനായിട്ട് നമുക്ക് തോന്നുന്നുള്ളൂ. പക്ഷേ കൊമറ്റിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ അവിടെ കൊടുത്തിരിക്കുന്നത് ചെറിയ രീതിക്ക് നമുക്കൊരു പ്രീമിയംനെസ് തോന്നുന്ന ഒരു ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാരെ കൂടുതൽ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യും. ഈ വെഹിക്കിളിൻ്റെ ഡോർ സൈഡ് തൊട്ട് തന്നെ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുൾ റൗണ്ട് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്, ഫ്ലാറ്റ് ബോട്ടം ഒന്നുമല്ല വരുന്നത്. നമ്മുടെ സ്റ്റിയറിംഗ് പാനലിലുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ തന്നെ ഒരു ഐപോഡിൻ്റെ സ്വിച്ചസിൻ്റെ ഡിസൈനിലൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 10.25 ഇഞ്ചസിൻ്റെ 2 സ്ക്രീൻ വരുന്നുണ്ട്. ഒന്ന് അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഒന്ന് ഇൻഫോർടൈൻമെൻറ്റും. താഴെയായിട്ട് AC വെൻസ്, HVAC കൺട്രോൾസ്, മുകളിലായിട്ട് IRVM വരുന്നുണ്ട്. ഓട്ടോ ഡിമ്മിയും കാര്യങ്ങളൊന്നും വരുന്നില്ല. ചെറിയൊരു ഇൻറ്റീരിയർ ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡ് സൺഷെയ്ഡിലും അതുപോലെ തന്നെ കോ പാസഞ്ചർ സൺഷെയ്ഡിലും ഒരു വാനിറ്റി മിറേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഒരു സംഭവമാണ്. നമ്മൾ ബാക്കിയുള്ള വെഹിക്കിളിലൊക്കെ നോക്കുമ്പം കോ പാസഞ്ചറിൽ പോലും ഇല്ലാത്തൊരു സംഭവമാണ് ഇത്. 2 സൈഡിലും ഇവർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ടച്ച് ആൻഡ് ഫീലൊക്കെ ഉള്ളൊരു സിസ്റ്റമാണ് ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റിൽ. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ എനിക്കിതിൻ്റെ ഓവറോൾ ഒരു ഇൻ്റർഫേസിൽ എന്തോ ഒരു ചൈനീസ് സിസ്റ്റത്തിൻ്റെ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. നമ്മൾ ഈ വെളിയിലൊക്കെ വാങ്ങിച്ചു വെക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ആ ഇൻ്റർഫേസിൽ മാത്രം. അതുപോലെ HVAC കൺട്രോൾസിൻ്റെ ടെമ്പറേച്ചറും അത് ഫാൻ സ്പീഡും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നത് സ്ക്രീനിൽ തന്നെ ആയിരിക്കും. ഗിയർ സെലക്ടർ നമ്മുടെ സീറ്റിന് സൈഡിലായിട്ട് റൗണ്ട് ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ റിവേഴ്സും ന്യൂട്രലും ഡ്രൈവുമാണ് അതിൽ സെലക്ടറിൽ വരുന്നത്. അതുപോലെ തന്നെ മാനുവൽ ഹാൻഡ് ബ്രേക്കാണ് ഈ വാഹനത്തിൽ. 2 പവർ വിൻഡോസ് വരുന്നുണ്ട്. പവർ വിൻഡോസിൻ്റെ സെക്ഷൻ കൊടുത്തിരിക്കുന്നത് നടുക്കാണ്. ശരിക്കും എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു സംഭവമല്ല ഈ പവർ വിൻഡോസ് നടുക്ക് കൊടുക്കുക. ഇതൊക്കെ ഡോർ പാഡിൽ കൊടുക്കാവുന്നതേ ഉള്ളൂ. വെഹിക്കിളിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് പോകുമ്പോൾ അതും 10.25 ഇഞ്ചസ് ആണ്. ബേസിക്കായിട്ടും അതിൽ കൂടുതൽ ഇൻഫർമേഷൻസ് എല്ലാം അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് സ്പേസ് ആ ഒരു സ്ക്രീനിൽ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അവരതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇത്രയും ചെറിയ വണ്ടിയിൽ ആ ഒരു സ്ക്രീനും വേണമെങ്കിൽ കുറച്ച് ചെറുതാക്കാം. പക്ഷേ അവിടെ വലിയൊരു കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടില്ല. ഇതൊക്കെ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന ഫീച്ചറാണ്. അതുകൊണ്ട് തന്നെ ഒരു മാർക്കറ്റിംഗ് ബേസ്ഡ് ആയിട്ടാണ് ഇത്രയും സാധനങ്ങളെല്ലാം അവർ ഈ വെഹിക്കിളിൽ നൽകിയിരിക്കുന്നത്. ഫ്രണ്ട് 2 സീറ്റ് കുഴപ്പമില്ല, അത്യാവശ്യം കംഫർട്ടബിളായിട്ട് തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ അല്ല ഹെഡ് റെസ്റ്റ് പെർമനൻ്റ് ആണ് വരുന്നത്. പിന്നെ ഈ വാഹനത്തിലെ ഏറ്റവും ടാസ്ക്കുള്ള എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഇതിൻ്റെ ബാക്ക് സീറ്റിലേക്ക് കയറുക എന്നതും അവിടെ ഇരുന്ന് യാത്ര ചെയ്യുക എന്നതുമാണ്. അത് പറയുകയാണെങ്കിൽ 2 അഡൽട്ടായിട്ടുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇരിക്കാനായിട്ട്. ഒട്ടും തൈ സപ്പോർട്ടും കാര്യങ്ങളും ഒന്നുമുള്ള സീറ്റല്ല ഇത്. ശരിക്കും അവരത് കൊടുത്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതിരിക്കാം. ഒരു ഫാമിലി 4 പേര്, അച്ഛനും അമ്മയും 2 കുട്ടികളുള്ളൊരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ ഒരു 4 അഡൽട്ട്സ് ട്രാവൽ ചെയ്യുന്ന ടൈമിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോവാം. ഞാൻ പിന്നെ ഇതിൻ്റെ ബോട്ട് അങ്ങനെ എടുത്ത് പറയാത്തതും കാണിക്കാത്തതും പ്രത്യേകിച്ച് പറയത്തക്ക ബോട്ടും കാര്യങ്ങളും ഒന്നുമില്ല. നിങ്ങൾക്ക് പക്ഷേ സീറ്റ് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ 2 പാസഞ്ചേഴ്സ് കൂടുതലും ഈ വാഹനം യൂസ് ചെയ്യുന്ന ഒരു സിംഗിൾ അല്ലെങ്കിൽ 2 പാസഞ്ചേഴ്സ് ഉള്ളവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ബാക്കിലത്തെ സീറ്റ്സ് ഫോൾഡ് ചെയ്ത് അത് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് മാർക്കറ്റിംഗ് സാധനം വാങ്ങും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇത് യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ കൊടുക്കുന്ന രീതിയിലുള്ള സ്പേസ് ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും. ഈ വാഹനത്തിൻ്റെ ഡ്രൈവിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കൊരു സിറ്റി ട്രാഫിക്കിലൊക്കെ വളരെ ഫൺ ടു ഡ്രൈവായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഈ കൊമറ്റ് എന്ന് പറയുന്നത്. ശരിക്കും ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പെപ്പിയാണ് ഈ വാഹനം. യൂ ടേൺസിലാണെങ്കിലും അതുപോലെ തന്നെ പാർക്കിങ്സിലാണെങ്കിലും ഒക്കെ ഈസി മോഡാണ്. ഇപ്പോൾ ലേഡീസിനൊക്കെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളാണ് സിറ്റി ട്രാഫിക്കിന് വണ്ടികൾക്കിടയിലൂടെ പോകുന്നതും അതുപോലെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് സ്പേസിൽ പാർക്ക് ചെയ്യുന്നതും ഒക്കെ. ഈ ഒരു വണ്ടിയിലേക്ക് അവർ കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും മൊത്തം ഈസി ആയിരിക്കും. അത്യാവശ്യം നല്ലൊരു റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളും ഒക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വെഹിക്കിളിൻ്റെ സൈസും അത്രയും ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് കൊണ്ടുനടക്കാം. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഈ വെഹിക്കിൾ കൊണ്ട് നമുക്ക് തിരക്കിനിടയിലൊന്നും വരില്ല. 4.2 മീറ്റേഴ്സ് മാത്രമാണ് ഇതിൻ്റെ ടേണിംഗ് റേഡിയസ് വരുന്നത്. അതുകൊണ്ട് ഈസി ടേണിംഗ് റേഡിയസ് ആണ്. യൂ ടേൺസിലൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വെഹിക്കിൾ എടുക്കാം.
പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഇലക്ട്രിക് വാഹനമായതുകൊണ്ട് ചെറിയൊരു പെപ്നസി വാഹനത്തിനുണ്ട്. നമ്മളിപ്പം ഇക്കോ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഞാൻ വെറുതെ ഒന്ന് പുഷ് ചെയ്ത് നോക്കി, ഒരു 80 to 85 അത്യാവശ്യം ചെറുകയാണെങ്കിലും 80-85 വരെയൊക്കെ സ്പീഡ് ഈ വെഹിക്കിൾ അച്ചീവ് ചെയ്യുന്നുണ്ട്. അതുപോലെ നോർമൽ മോഡിൽ ഓടിക്കുന്ന സമയത്താണെങ്കിൽ ഒരു 100 പോകുന്നുണ്ട്. സ്പോർട്ടിൽ കുറച്ചുകൂടെ ക്വിക്കായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ഈ പറഞ്ഞ സ്പീഡിലൊന്നും സേഫായിട്ട് ഓടിക്കാൻ പറ്റുന്നൊരു വാഹനമല്ലിത്. ഇതിൻ്റെ ഒരു സേഫർ സൈഡ് എന്ന് പറയുന്നത് ഒരു 50-60 കിലോമീറ്റേഴ്സ് മാക്സിമം. അത്രയത്തിൽ പുഷ് ചെയ്യുന്നതാണ് എപ്പോഴും ഈ ഒരു വാഹനം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് നൈസായിട്ടൊന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ സ്പീഡിലേക്ക് ഈ വാഹനം പുഷ് ചെയ്ത് കൊണ്ടുപോകാൻ, ഇത് EV ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും. ഇതാണെങ്കിൽ കാല് ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പുഷ് ചെയ്ത് കയറിപ്പോകാനുള്ള ഇത് വണ്ടിക്കുണ്ട്. എന്നാൽ കൊടുക്കുക എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് മനസ്സിലുണ്ടാവും. പക്ഷേ അത്രയും പോകണ്ട. നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ടുള്ള ബാക്കി കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും കൂടെ ഫാമിലി ഉണ്ടെങ്കിലും എപ്പോഴും ഇതങ്ങനെ പുഷ് ചെയ്യാനായിട്ടുള്ളൊരു വാഹനമല്ല. അത്യാവശ്യം സേഫായിട്ട് സ്മൂത്തായിട്ട് നമുക്ക് സിറ്റി ട്രാഫിക്കിലൂടെയൊക്കെ പോകാനുള്ളൊരു വാഹനം. ആ ഒരു രീതിയിലാണ്, ഒരു പ്രാക്ടിക്കാലിറ്റിയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളത്. ഡ്രൈവിംഗ് ഡൈനാമിക്സിനെ പറ്റിയൊന്നും വലിയ ഡൈനാമിക്സും കാര്യങ്ങളൊന്നും ഫീഡ്ബാക്കും ഒന്നും തരുന്നൊരു വാഹനമല്ല. ടോട്ടലി നമുക്ക് അത്യാവശ്യം ബോഡി റോളും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വരുന്നുണ്ട്. കുറച്ച് വളവുകളും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ബോഡി റോളും കാര്യങ്ങളും വെഹിക്കിളിനകത്ത് അറിയുന്നുണ്ട്. സസ്പെൻഷൻ സെറ്റപ്പ് ആണെങ്കിലും അത്ര മികച്ചു നിൽക്കുന്നതല്ല. റോഡിലുള്ള അൺഈവൻസൊക്കെ ഉള്ളിലൊക്കെ നമുക്ക് ജർക്കായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഒരു അത്രയും ചെറിയ വീൽ സൈസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് ജർക്കിംഗ് ആണ്. അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ഉള്ളിലോട്ട് ബോഡിക്കുള്ള നമുക്ക് സ്പീഡ് ബ്രേക്കേഴ്സൊക്കെ കയറുന്ന സമയത്താണെങ്കിലും അത്യാവശ്യം നല്ല പമ്പിങ് നമുക്ക് ഉള്ളിലോട്ട് അറിയാൻ പറ്റുന്നുണ്ട്. സ്റ്റിയറിങ്ങും വലിയൊരു ഫീഡ്ബാക്കോ ഒന്നും തരുന്നൊരു സ്റ്റിയറിംഗ് അല്ല. ഞാൻ പറഞ്ഞ പോലെ ഒരു സേഫർ സ്പീഡിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ആവശ്യമൊക്കെ വരുന്നുള്ളൂ. 17.3 kWh ബാറ്ററി പാക്കാണ് ഈ വാഹനത്തിൽ വരുന്നത്. വളരെ ചെറിയൊരു ബാറ്ററി പാക്കാണ്. ഒരു സിംഗിൾ ബാറ്ററി പാക്ക് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൽ ഏകദേശം നമുക്ക് ക്ലൈമറ്റ് റേഞ്ച് 230 ഞാൻ യൂസ് ചെയ്യുന്നവരുടെ അടുത്ത് ചോദിച്ചപ്പോഴും അതുപോലെ ഇപ്പം ഈ ഒരു വെഹിക്കിളിൻ്റെ ഓണറുടെ അടുത്താണെങ്കിലും ആൾക്ക് കിട്ടുന്ന ഒരു 180 to 200 ഇടയിൽ കിട്ടുന്നുണ്ട്. എന്നാലും ഇത് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഏകദേശം ആക്യുറേറ്റ് ആയിട്ട് ഈ ഒരു റേഞ്ച് കിട്ടുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഒരു ക്ലൈമറ്റ് റേഞ്ചിൽ നിന്ന് ആകെ ഒരു 30 കിലോമീറ്റേഴ്സിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. 200 കിട്ടിയാൽ തന്നെ നമുക്ക് അത്യാവശ്യം ദൂരം പോയിട്ട് വരാവുന്നതേ ഉള്ളൂ. പിന്നുള്ളൊരു കാര്യം, നമുക്കിതിൽ DC ചാർജിങ് സപ്പോർട്ടീവ് അല്ല. അതൊരു നെഗറ്റീവ് കാര്യമായിട്ട് പറയുവാണെങ്കിൽ അത്രയും നെഗറ്റീവായിട്ട് പറയണ്ട. കാരണം ഇത് അത്ര ദൂരം പോകാനുള്ളൊരു വണ്ടിയൊന്നുമല്ല. 200 കിലോമീറ്ററിനല്ലേ, ഒരു 150 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് സഞ്ചരിക്കാൻ ഉള്ളൊരു വണ്ടിയാണിത്. അത്രയും ദൂരം പക്ഷേ നമുക്ക് അത്രയും ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോകാൻ പറ്റുന്ന ടിയാഗോയിലോട്ട് തന്നെയായിരിക്കും. സിറ്റിയിലുള്ളിലുള്ള ഓട്ടത്തിനും അതുപോലെയുള്ള ചെറിയ ചെറിയ ഓട്ടങ്ങൾക്കും വേണ്ടി മാത്രമാണ് ഈ ഒരു വണ്ടി. അത്രയും ദൂരമൊന്നും പുഷ് ചെയ്ത് പോകാൻ നമുക്ക് അതിനുള്ള കംഫർട്ടോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഈ വെഹിക്കിളിൽ കിട്ടില്ല, അത്രയും ദൂരമൊക്കെ പോയി കഴിഞ്ഞാലും. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ആപ്റ്റായിട്ടുള്ള വണ്ടി എപ്പോഴും ടിയാഗോ ആയിരിക്കും. ടിയാഗോയിലോട്ട് നോക്കുന്നതായിരിക്കും അതാകുമ്പോൾ ഒരു കാർ ഫീലുണ്ട്, 4 door ഉണ്ട്, 4 പേർക്ക് സുഖമായിട്ട് പോകാം എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ടിയാഗോയാണ്. അതിൽ DC ചാർജിങ് സപ്പോർട്ടിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര ദൂരം വേണമെങ്കിലും പോയിട്ട്, ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ കേരളത്തിൽ ഏത് ജില്ലയിൽ പോയാലും DC ചാർജിങ്ങിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്. അത്രയ്ക്ക് റൂറലായിട്ടുള്ള ഏരിയാസിലൊഴികെ ബാക്കി എല്ലായിടത്തും ഇപ്പം ടൗൺ ഏരിയാസ് ഉള്ളിടത്തെല്ലാം നമുക്ക് ചാർജിങ് സ്റ്റേഷൻസ് അവൈലബിൾ ആണ്. 200 കിലോമീറ്റേഴ്സിനുള്ളിൽ നമുക്ക് ഒരുപാട് ചാർജിങ് സ്റ്റേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. 41 HP ആണ് വാഹനത്തിൻ്റെ പവർ വരുന്നത്. 110 Nm ഓഫ് ടോർക്കും വരുന്നുണ്ട്. ഇറ്റ്സ് ഇനഫ്. ഈ ഒരു വാഹനത്തിന് ആവശ്യത്തിൽ കൂടുതൽ പവറും ടോർക്കും ഈ വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓവർടേക്കും, ഈ ഒരു സംഭവം കൊണ്ട് ഓവർടേക്കും കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. സിറ്റിക്കുള്ളിലാണെങ്കിലും ഓവർടേക്സും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് കൊണ്ട് നടക്കാം. ഒരു 2 വീലർ പോലെ തന്നെ കൊണ്ട് നടക്കാം ഈ വാഹനം. നമുക്ക് 3 വേരിയൻറ്റിലാണ് ഞാൻ പറഞ്ഞ പോലെ ഈ വാഹനം വരുന്നത്. എക്സിക്യൂട്ടീവ്, എക്സൈറ്റ്, എക്സ്ക്ലൂസീവ്. അതിൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് അറൗണ്ട് 8 lakh എബവ് വരുന്നൊരു മോഡലാണ്. അതുപോലെ ഈ വേരിയൻറ്റ് എക്സൈറ്റ് എന്ന് പറഞ്ഞ മിഡ് വേരിയൻ്റ് ആണ്, ഒരു വാല്യൂ ഫോർ മണി വേരിയൻറ്റ് പോലെ. ഇതാകുമ്പോഴത്തേനും 9,30,000 rupees വരും. എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ടോപ്പ് വേരിയൻറ്റിലേക്ക് പോകുമ്പോഴത്തേനും 10,38,000 rupees ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. എക്സൈറ്റും എക്സ്ക്ലൂസീവും തമ്മിൽ ഹ്യൂജ് ഡിഫറൻസ് നമുക്ക് ഇപ്പം ഇതിൽ ബാറ്ററി പാക്കിലൊന്നും വലിയ ഡിഫറൻസ് വരുന്നില്ല. നമുക്കുള്ളത് ഈ ഒരു സ്മാർട്ട് കീ ആവും, അതുപോലെ DRLs അങ്ങനെയുള്ള ചെറിയ ചെറിയ മൈന്യൂട്ട് ഡിഫറൻസസേ വരുന്നുള്ളൂ. ഇനി ആരൊക്കെയാണ് ഈ വെഹിക്കിൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഡെയിലി 2 വീലറിലൊക്കെ യാത്ര ചെയ്യുന്ന ആളാണ്, നിങ്ങൾക്ക് വീട്ടിലൊരു 4 door പ്രോപ്പർ കാറുണ്ട്, പക്ഷേ സിറ്റിയിലൊക്കെ ഒരു വലിയ വണ്ടിയാണത്, അതുകൊണ്ട് പോകുക എന്നുള്ളത് ഇച്ചിരി ദുഷ്കരമായിട്ടുള്ള പരിപാടിയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു വെഹിക്കിളുണ്ട്, ഒരു സെക്കൻഡറി കാർ വേണം സിറ്റി യൂസിനും കാര്യങ്ങൾക്കൊക്കെ. അങ്ങനെയുള്ള രീതിയിൽ നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വണ്ടിയാണ് കൊമറ്റ് എന്നുള്ളത്. അല്ല, മറിച്ച് നിങ്ങൾ സെക്കൻഡറി വാഹനം കൊണ്ടും കുറച്ച് ദൂരമൊക്കെ പോകണം, അത്യാവശ്യം യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടിയാഗോയിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്.
അപ്പോൾ മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും.